ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത് ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ കൈ നീട്ടി അത് എടുക്കുക ദയവായി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, രക്ഷാകര പദ്ധതി പൂർണ്ണമായും പരിശുദ്ധ മറിയത്തോട് ദൂതൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. 7 പ്രവചനമാണ് പറയുന്നത്, 7 കാര്യങ്ങൾ. 1, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. 7 പ്രോഫസീസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധ മറിയത്തോട് ദൂതൻ പറഞ്ഞു. അല്ലാതെ ചുമ്മാ വന്ന് സംസാരിച്ചു മറിയം ഗർഭിണിയായി അങ്ങനെയൊക്കെ പറയുന്നവർ അങ്ങനെയൊന്നുമല്ല. മുഴുവൻ കാര്യങ്ങളും വെരി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്ക്. ഈ 7 പ്രവചനങ്ങളിൽ ഇല്ലാത്തൊന്നുമില്ല. തിയോളജിയും ക്രിസ്റ്റോളജിയും സോറ്റീരിയോളജിയും എസ്കറ്റോളജിയും എല്ലാം ദൂതൻ മറിയത്തോട് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കണം, 33-ാമത്തെ വാക്യം. നിങ്ങൾ സാധിക്കുന്നിടത്തോളം ആളുകൾ ഈ ഒരു വാക്യം ഒരു നോട്ട് ബുക്കിന്റെ ഒരു പേപ്പറിലോ വല്ലോ എഴുതി നിങ്ങളുടെ ഡോറയിൽ ഒട്ടിച്ചു വെക്കണം. നിങ്ങളൊന്ന് വായിക്കണം ദിവസവും. എന്താണെന്നറിയാമോ? 1:33 ലൂക്കോസ് 1:33. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. There is no ending. പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നത് a hopeless end for the humanity. അപ്പൊ മനുഷ്യവർഗത്തിന് ഒരു ഹോപ്പ്ലെസ് എൻഡാണ്. അവരതാണ് പ്രതീക്ഷിക്കുന്നത്, അവരതാണ് പ്രചരിപ്പിക്കുന്നത്, അവരതാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതുമായിരിക്കുന്നത് ഒരു ഹോപ്പ്ലെസ് എൻഡാണ്. പെന്തക്കോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ്ലെസ് എൻഡ് ആണ്. ബട്ട് ഓർത്തഡോക്സി ഈസ് നോട്ട് ഹോപ്പ്ലെസ് എൻഡ്, ബട്ട് ഇറ്റ് ഈസ് എൻഡ്ലെസ് ഹോപ്പ്. അപ്പൊ ഒരു മെസ്സേജ് ഹോപ്പ്ലെസ് എൻഡ് ആണ്. അപ്പൊ ഈ ഹോപ്പ്ലെസ് എൻഡ് എന്ന് പറയുന്ന ഹെററ്റിക് ഗോസ്പൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡിഫൈൽഡ് ഗോസ്പൽ, കറപ്റ്റഡ് ഗോസ്പൽ, മലിനപ്പെട്ട സുവിശേഷം, മായം കലർത്തപ്പെട്ട സുവിശേഷമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. മലയാളികൾ ശ്രവിച്ചത്, അവർ വിശ്വസിച്ചത്, അവരുടെ ധാരണ. ലോകത്തിലെ എല്ലാ മതങ്ങളിലും തന്നെ ഒരു പർട്ടിക്കുലർ ലോകാവസാനവും, പിന്നെ ഒരു നരകവും, പിന്നെ ഒരു തീയും, പിന്നെ ഒരു പടപടപ്പും, പിന്നെ ഒരു പൊടുപൊടുപ്പും ഉണ്ട്. എന്നാൽ ഓതന്റിക് ക്രിസ്ത്യാനിറ്റിയിൽ പരിശുദ്ധ അമ്മയോട് രക്ഷാകര പദ്ധതി ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ വിവരിക്കുമ്പോൾ പറയുന്നു, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. സോ ശരിയായ ദൈവവചനം പഠിച്ചിട്ടുള്ള ഓതന്റിക് ക്രിസ്ത്യൻസ് നെവർ ബിലീവ് ഇൻ സച്ച് എ നോൺസെൻസ്. അവസാനമില്ല. അപ്പൊ അവസാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ലോകാവസാന സിദ്ധാന്തക്കാരുണ്ട്. അവർക്ക് എവിടുന്നത് കിട്ടിയെന്നുള്ള അറിയത്തില്ല. അപ്പൊ ലോകാവസാന സിദ്ധാന്തമാണ്, അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒരു പനി വരുമ്പോഴേക്കും പേടിക്കുകയും ഇതെല്ലാം തീരാൻ പോവാണ്, മുടിയാൻ പോവാണ്, അന്ത്യകാലമായി, ഇങ്ങനെയൊക്കെ. അതെല്ലാം അബദ്ധമാണ്. നിങ്ങൾ അതെല്ലാം എടുത്തു കളയുക. അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ സന്ദേശങ്ങളും എടുത്തു കളയുക. എത്രയോ ചെറുപ്പക്കാരുടെ ഭാവി തുലച്ച് എത്രയോ കുടുംബങ്ങളെ തകർത്തു കളഞ്ഞു, എത്രയോ കമ്മ്യൂണിറ്റിയെ നശിപ്പിച്ച ഒരു ക്യാൻസറസ് തോട്ടാണിത്. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ പറയുന്നു, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. എന്നെ ഇപ്പൊ 100 പേരാണ് കേട്ടോണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നോണ്ട് 10 പ്രാവശ്യം പറ. ഞാനൊരു മിനിറ്റ് മിണ്ടായിരിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾ പറയണം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ട് വരും, കാരണം നിങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന കറപ്റ്റഡ് ഗോസ്പൽ പ്രതിഷേധിക്കും. രണ്ടാമതും പറ, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പം പിന്നെ അകത്തുനിന്ന് പ്രതിഷേധ സ്വരം ഉയരും. അപ്പൊ പറയണം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഉള്ളിലെ കോട്ടകൾ, ഇരുണ്ട സാത്താന്റെ കറുത്ത കോട്ടകൾ ഇടിയട്ടെ. ലോകം അവസാനിക്കാൻ പോവാണ്, തീരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇല്ല, ഇല്ലേ ഇല്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്. ഇപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എവിടെ? യോഹന്നാന്റെ കാലം വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരുമായിരുന്നു. ലോസ് ആൻഡ് പ്രോഫറ്റ്സ് വെയർ പ്രീച്ച്ഡ് അൻടിൽ ജോൺ. അവിടെ മുതൽ എന്ത് തുടങ്ങിയിരിക്കുന്നു? ദൈവരാജ്യം തുടങ്ങിയിരിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡ്. ആ കിങ്ഡം ഓഫ് ഗോഡിന് എന്തില്ല? നോ എൻഡിങ്. വി ആർ കോൾഡ് not for a hopeless end, but for an endless hope. പ്രത്യാശയില്ലാത്ത ഒരു അവസാനത്തിനായിട്ടല്ല, അവസാനമില്ലാത്ത പ്രത്യാശയ്ക്കായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് പൗലോസ്ലീഹ ഭാഗ്യകരമായ പ്രത്യാശ, ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത്. We are called for the blessed hope. We are not called for a doomsday. നമ്മളൊരു ലോകാവസാനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതല്ല. ഈ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിക്കത്തൊന്നുമില്ല. We are not called for doomsday. We are not called for doomsday. അത് ഓർക്കുക. അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ദിവസവും പറയണം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം അത്രമാത്രം നമ്മൾ കറപ്റ്റഡ് ആണ്, അത്രമാത്രം നമ്മൾ മലിനമാക്കപ്പെട്ടു. കാരണം ഈ കച്ചവടക്കാർക്ക് നമ്മളെ ചൂഷണം ചെയ്യുവാൻ, പണം തട്ടിയെടുക്കുവാൻ, ആളുകളെ ഭീതിയിൽ ആഴ്ത്തുവാൻ, പേടിയുടെ മുൾമുനയിൽ നിർത്തുവാൻ, അവരുടെ വരുതിയിലാക്കുവാൻ മതത്തിനെപ്പോഴും ഒരു നരകവും ഒരു ലോകാവസാനവും ആവശ്യമാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ്. ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യൻ പൗലോസ്ലീഹ പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നാണ്. എന്തിനാണ് ഇവർക്ക് ഇതിനൊരു അവസാനം? They are looking forward for the end. കച്ചവടക്കാരാണ് ഇവര്. 2012 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഞാൻ ആ സിനിമ കണ്ടില്ല. ഞാൻ ഒരുപാട് നല്ല സിനിമയാണ് പോയി കാണുന്നത്. അപ്പൊ എന്നോടെല്ലാം ചോദിച്ച സിനിമയാണ്, ഞാൻ പിന്നെ കാണുന്നില്ല. കാരണം 2012 സിനിമ ഇറങ്ങി. 2012 സിനിമ ലോകം അവസാനിക്കുന്നതാണ്. 2011 മൂവി വരുന്നത്. അപ്പൊ അവര് പൈസ കൊടുത്താണ് ടിക്കറ്റ് വിൽക്കുന്നത്. ഫ്രീ ആയിട്ട് കാണിക്കാണ് പോയി കാണാം. കാരണം 2012 എല്ലാം കൂടെ തീരുമെന്നാണ് പറയുന്നത്. പക്ഷെ 2011 അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ആ പടം നിർമ്മിച്ചവർക്കറിയാം ഇത് തീരത്തില്ല. പടം നിർമ്മിച്ചവർക്കറിയാം ഇത് തീരത്തില്ലെന്ന്. പക്ഷെ അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് വിൽക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള കച്ചവടക്കാരുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ വിമോചിതരായിരിക്കണം. കൊറോണ എന്ന് പറഞ്ഞാൽ ഒരു വൈറസാണ്. അത് വന്നതുപോലെ പോകും. എത്രയോ വൈറസുകൾ വന്നു. നിപ്പ വൈറസ് വന്നു, സിക്ക വൈറസ് വന്നു, സാർസ് വന്നു, എബോള വന്നു. പല കാര്യങ്ങളും ലോകത്ത് മഹാമാരികൾ വന്നിട്ടുണ്ട്. പ്ലേഗ് 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പില് 2 ലോകമഹായുധങ്ങളുടെ കമ്പൈൻഡ് ആയിട്ട് മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ മഹാമാരിയാണ് പ്ലേഗ്. അതുപോലെ വസൂരി വന്നു. ഓരോ കാലഘട്ടത്തിൽ ലോകത്തിൽ മനുഷ്യചരിത്രം നേരിട്ടിട്ടുള്ള മഹാമാരികളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പം ഇതങ്ങനെ വലിയൊരു ഭീഷണിയല്ല. പക്ഷെ ഇതിന്റെ വ്യാപനം വളരെ വേഗത്തിലാണ്. കാരണം കൊറോണ ഒരാൾക്ക് ബാധിച്ചാൽ ആദ്യത്തെ 5 ദിവസം അത് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നില്ല. ഈ 5 ദിവസങ്ങൾ ഇയാൾ ഒരു കാരിയറാണ്. ഈ 5 ദിവസങ്ങളിൽ ഇടപെടുന്ന ആളുകളിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹസ്തദാനം ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ ഓൾട്ടർനേറ്റ് ഗ്രീറ്റിംഗ് മെത്തേഡിന് വേണ്ടി ഈ മണ്ടന്മാർ എന്തെല്ലാം കാര്യങ്ങളാണ് ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ പൗരാണിക സമ്പ്രദായം, ഭാരതീയ സംസ്കാരം എത്രയോ ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമാണ്. എത്രയോ കാലം മുമ്പ് ഈ ഒരു അഭിവാദന രീതി ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യൻ സമ്പ്രദായം ലോകം അങ്ങ് സ്വീകരിച്ചാൽ പ്രശ്നം തീരുമല്ലോ. സാഹിബിന്റെ ദുർവാശി, അവന്റെ ഈഗോ ഇന്നും ഈ സമ്പ്രദായം സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവരിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി അങ്ങ് കുഴല് വിളിക്കുന്ന ഈ BJP-ക്കാര്, RSS-കാര്, സംഘപരിവാർ, അവരുടെ വലിയ അധ്യക്ഷൻ നരേന്ദ്രമോദി എവിടെ ചെന്നാലും രാജ്യങ്ങൾ എല്ലായിടം കൈയും അവരുടെ ഭാര്യമാരുടെ കൈയും എല്ലാം പിടിച്ച് കുലുക്കിക്കൊണ്ട് നടക്കുക. എന്തോ കാര്യത്തിന്?
ഇയാൾക്ക് ഇത്ര ഉത്തരവാദിത്വം ആത്മാർത്ഥമുണ്ട്, അയാൾക്ക് ഇതൊന്ന് പ്രചരിപ്പിക്കാൻ പറ്റായിരുന്നു. അപ്പൊ ഈ അഭിവാദന രീതി രോഗവ്യാപനത്തെ തടയുന്ന രീതിയാണ്, ലോകരാജ്യങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ആരും അതേക്കുറിച്ച് പറഞ്ഞു കാണുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞത് ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. ഇവിടെ അമേരിക്കയിൽ ഇവർ ചെയ്യുന്ന കാര്യം, കൊറോണ ഡിറ്റക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളെ 1 മൈൽ റേഡിയസിൽ അവര് കണ്ടെയ്ൻഡ് സോണായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഒരു രോഗം അവിടെ ഡിറ്റക്ട് ചെയ്താൽ പിന്നെ ആ 1 മൈൽ ചുറ്റളവിലുള്ള ആളുകളെ പുറത്തോട്ട് പോകാനോ ആരെങ്കിലും അകത്തോട്ട് വിടാനോ സമ്മതിക്കുന്നില്ല. അല്ലാതെ ഒരു വലിയ ഏരിയ മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഡിറ്റക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ 1 മൈൽ റേഡിയസിൽ വട്ടത്തിൽ അത് ആർമിയാണ് ചെയ്യുന്നത്. NSG ഇറങ്ങി വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 20 days ആ കണ്ടെയ്ൻഡ് ആക്കി ഇടും. അപ്പോൾ രോഗവ്യാപനം തടയാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വേഗം വ്യാപരിക്കുന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് ഒരു ത്രെറ്റാണ്. അതാണ് ഈ വൈറസിന്റെ പ്രത്യേകത. കാരണം ആദ്യത്തെ 5 ദിവസം സാർസ് വൈറസ് ആണെങ്കിൽ ശരീരത്തിൽ കയറിയാൽ മിനിറ്റുകൾക്കകം തന്നെ ലക്ഷണങ്ങൾ അറിയാമായിരുന്നു. ഇത് 5 ദിവസം ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് ഇസ് എ ലോങ്ങർ. അതാണ് ഇതിന്റെ ഒരു പ്രധാന ത്രെറ്റായിട്ടുള്ളത്. സോ സ്റ്റേ കൂൾ. ഇതിന് ചികിത്സയൊന്നും ഇല്ല. ഇത് വരുന്നത് പോലെ പോവും. ആരോഗ്യമുള്ള ആളുകളെ അങ്ങനെ ബാധിക്കത്തില്ല. വന്ന പോലെ പോവും. അതുകൊണ്ട് അനാവശ്യമായി പാനിക്കാകാതിരിക്കുക. ബി സേഫ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അധികം എക്സ്പോസ്ഡ് ആകാതെ സൂക്ഷിക്കുക. യാത്രകൾ കുറയ്ക്കുക. നിർമ്മതരായിരിക്കുക. ഉണർന്നിരിക്കുക. മനുഷ്യവർഗം ധാരാളം പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരാണ്. ഈ പ്രശ്നവും മനുഷ്യവർഗം അതിജീവിക്കും. കുറെ ആളുകൾ, വളരെ കുറച്ച് ആളുകളാണ് മരിക്കുന്നത്. ദിവസം റോഡപകടത്തിൽ എത്ര പേരാണ് മരിക്കുന്നത്? ഓരോ ദിവസവും റോഡപകടത്തിൽ ലോകത്ത് 4000 പേർ പെർ ഡേ മരിക്കുന്നു. ഒരു ദിവസം റോഡപകടങ്ങളിൽ 4000 പേർ മരിക്കുന്നു. ഇത് ഈ 6 മാസം കൊണ്ട് 4000 പേരാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. അതുകൊണ്ട് കൊറോണ വന്നത് നിങ്ങൾ ഓട്ടോറിക്ഷയിലും കാറിലും ഒക്കെ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്നില്ലേ, അത്രയൊന്നും റിസ്ക് ഇല്ല. അത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ബൈക്ക് എടുത്തോണ്ട് പോകുന്നവർ മനസ്സിലാക്കുക, ഈ ബൈക്കിൽ നിങ്ങൾ ദിവസവും പോകുന്നില്ലേ, അതാണ് ഹൈ റിസ്ക്. കൊറോണയേക്കാൾ കൂടുതൽ കില്ലിംഗ് റേറ്റ് ആണ്. കൊറോണ ബാധിച്ച് കേരളത്തിൽ എത്ര പേര് മരിച്ചു? പക്ഷെ കഴിഞ്ഞ ഒരു വർഷം ബൈക്ക് അപകടത്തിൽ എത്ര പേര് മരിച്ചു? എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ബൈക്കിൽ പോകാൻ പേടിയില്ല. അതാണ് മാധ്യമങ്ങളുടെ പ്രചരണത്തിന്റെ ശക്തി. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ബൈക്കിൽ പോകുന്നവർ മരിച്ച എണ്ണം നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തേടെ, പക്ഷെ നിങ്ങൾക്ക് ബൈക്കിൽ പോകാൻ പേടിയില്ല. കാരണം ബൈക്ക് അപകടത്തിൽ വന്ന് ഇങ്ങനെ മരിക്കുന്നു, ഇങ്ങനെ അങ്ങനെ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ച് ബൊമ്പാർഡിങ് പ്രൊപ്പഗണ്ട അവർ നടത്തുന്നില്ല. നമ്മുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറുക. ആളുകളെ പേടിപ്പിക്കാൻ പറ്റും, പേടിപ്പിച്ചു കൊല്ലാൻ പറ്റും. ആളുകൾ ശരിക്കും മരിക്കുന്നതിന് മുമ്പ് പേടി കൊണ്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മല്ലയുദ്ധത്തിലൊക്കെ ആളുകൾ അലർന്ന് കണ്ടിട്ടുള്ളത്. ഈ മല്ലയുദ്ധമൊക്കെ വരുന്നുണ്ട്, അലറുക, തുടക്കെട്ടടിക്കുക. കരാട്ടെ ആണെങ്കിലും യാ ഹൂ ഹീ എന്നൊക്കെ. കാരണം ഈ ശബ്ദം കൊണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്താൻ പറ്റും. അല്ലാതെ എത്ര വലിയ ഇടികാരനാണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് വന്ന് ഇടിച്ചാൽ അവൻ വിജയിക്കത്തില്ല. അപ്പൊ അതൊരു സൈക്കോളജിയാണ്. അപ്പൊ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ പേടിപ്പിച്ചു കൊല്ലുക എന്നുള്ള ഒരു നയം മാധ്യമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വാർത്തകൾക്കും നിങ്ങൾ ചെവി കൊടുക്കണ്ട. പ്രത്യേകിച്ച് അൺഓതറൈസ്ഡ് സോഴ്സുകളിൽ നിന്ന് ചുമ്മാ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി അതും ഇതെല്ലാം വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഒഫീഷ്യൽ വാർത്തകൾ മാത്രം കേൾക്കുക. പ്രത്യേകിച്ച് കുറെ ഈ യൂട്യൂബിൽ കുറച്ച് ന്യൂസ് ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ അങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് പള്ളിക്കൂടത്ത് തീക്ക് പോലും പോയിട്ടില്ലാത്തവരിരുന്ന് കൊറോണയെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേൾക്കണ്ട. ഗവൺമെന്റ് ഔദ്യോഗിക ഗവൺമെന്റ് ഏജൻസികൾ പറയുന്ന വാർത്തകൾ കേൾക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. സ്റ്റേ സേഫ്. നമുക്ക് നമ്മുടെ നോയമ്പിലേക്ക് പോകാം. നമ്മുടെ നോയമ്പിന്റെ 3ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു, 3ാമത്തെ ശനിയാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. 3ാമത്തെ ശനിയാഴ്ചയുടെ വായനാ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോയമ്പിന്റെ 3ാമത്തെ ശനിയാഴ്ചയുടെ വായനാ ഭാഗങ്ങൾ ഞാനതൊന്ന് എടുക്കുകയാണ്. തേർഡ് സാറ്റർഡേ നമ്മുടെ വലിയ നോയമ്പിന്റെ 3ാമത്തെ ശനിയാഴ്ചയുടെ വായന പുറപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ് ആദ്യത്തെ വായന. പുറപ്പാട് പുസ്തകം 16. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചു, കണ്ണാടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അക്ഷരത്തെറ്റില്ല വായിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4 മുതലാണ്. അപ്പോൾ കർത്താവ് മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ
6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. മോശയും അഹറോനും ഇസ്രായേൽ മക്കളോടൊക്കെയും, നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന കർത്താവ് തന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുവിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുവിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് മോശ പിന്നെയും. കർത്താവ് നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാവുമെന്ന അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. ദൈവത്തിന് നേരെ നിങ്ങൾ പിറുവിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? ഞങ്ങളുടെ പിറുവിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ അത്ര എന്ന് പറഞ്ഞു. അഹറോനോട് മോശ, ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു വരുവീൻ, അവൻ നിങ്ങളുടെ പിറുവിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോട് പറയുക എന്ന് പറഞ്ഞു. അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. അവിടെ അവർ യഹോവയുടെ തേജസ് കണ്ടു. ഇത്രയും ഭാഗമാണ് ഒന്നാമത്തെ വായന. ഇവിടെ നമ്മൾ കാണുന്ന പ്രധാന ചിന്ത, ദൈവം തന്റെ ജനത്തെ പോഷിപ്പിക്കുന്നു. പക്ഷേ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്ററിയിൽ ആദ്യത്തെ റേഷനിങ് സമ്പ്രദായം ദൈവമാണ് ഏർപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴി അപ്പം എടുക്കാം. ദൈവം പറയാണ്, ഓരോ ദിവസത്തെ ഓരോ ഇടങ്ങഴി അപ്പമാണ് ഓരോരുത്തരും എടുക്കേണ്ടത്. പൗലുസ്ലിയ പറയുന്നത്, ഏറെ പെറുക്കിയവന് ഏറെയും കുറച്ചു പെറുക്കിയവന് കുറവും കണ്ടില്ല. എല്ലാവരും ചിലരൊക്കെ കൂടുതൽ പെറുക്കിക്കൊണ്ട് വന്നു, പക്ഷേ ഒരിടങ്ങഴി വെച്ചേ കണ്ടുള്ളൂ. കൂടാരത്തിൽ നോക്കുമ്പോൾ ഒരിടങ്ങഴി. അപ്പൊ നമ്മൾ അധികം പെറുക്കിയിട്ടും അർത്ഥമില്ല. നമ്മൾ ഈ ഭൂമിയിൽ എത്രമാത്രം സമ്പത്ത് സമ്പാദിക്കുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു. 10 ഏക്കർ സ്ഥലം അവിടെ മേടിച്ചു, 100 ഏക്കർ സ്ഥലം മൂന്നാർ മേടിച്ചു, 200 ഏക്കർ സ്ഥലം ഊട്ടിയിൽ മേടിച്ചു, 10 ഏക്കർ സ്ഥലം കുമരകത്ത് മേടിച്ചു. ഇങ്ങനെ ഏക്കറുകൾ വാങ്ങി കൂട്ടുന്നവരും ഏറ്റവും അവസാനം അവൻ 6 അടി മണ്ണാണ് സമ്പാദ്യമായിട്ട് കിട്ടുന്നത്. ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാർക്കും ദരിദ്രർക്കും യാചകർക്കും എല്ലാം ഈക്വൽ ആയിട്ട് മണ്ണ് കിട്ടുന്നുണ്ട്. ഇപ്പം ദൈവം കൊടുക്കുന്നത്, ഇപ്പം ഓരോരുത്തർക്കും വായു കൊടുക്കും. ഇപ്പൊ പണക്കാരനാണ് എന്ന് വെച്ചാൽ ഒത്തിരി വായു ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ദൈവം കൊടുക്കുന്നത് ഈക്വൽ ആയിട്ട്. ഇവിടെ പറയാണ്, ഓരോരുത്തരും ആ ദിവസത്തേക്ക് മാത്രം പെറുക്കിയാൽ മതി. ചില ബിരുദന്മാരെന്ത് ചെയ്യും? കൂടുതൽ പെറുക്കും. അതെല്ലാം അഴുക്കായി പോയിട്ടേ ഉള്ളൂ, പിറ്റേ ദിവസത്തിന് കൊള്ളത്തില്ല. എന്നാൽ ശബത്തിന്റെ തലേ ദിവസം ഡബിൾ പോർഷൻ അവരെടുക്കുകയാണ്. അത് ക്രമിച്ചു പോകുന്നില്ല, പിറ്റേ ദിവസത്തും കൂടി അത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പ്രൊവിഡൻസ്, നാച്ചുറൽ ശക്തികളെ, പ്രകൃതി ശക്തികളെക്കാൾ അധികമായി ദൈവത്തിന്റെ ഒരു കരുതലിനെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ പ്രത്യേകം പറയുകയാണ്, അവർ പുറപ്പെട്ട ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ദാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി. യേശു കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മലയിലെ പ്രസംഗത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന ചിന്ത ഇതാണ്: ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പൊ നമ്മുടെ ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്. ഇന്ന് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾ വിജയിച്ചു. യു ആർ ഗ്രാജുവേറ്റഡ് ഇൻ എ സർട്ടൺ ലെവൽ ഇൻ സ്പിരിച്വാലിറ്റി. അപ്പൊ ആത്മീയതയുടെ ഒരു പ്രത്യേക നിലവാരത്തിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഇന്ന് ജീവിക്കാൻ പഠിക്കുന്നത്. നമ്മുടെ ഇടയിലെ ഭൂരിപക്ഷം ആളുകളും ഇന്നലകളിൽ ജീവിക്കുന്നവരാണ്. അയ്യോ, പണ്ടത്തെ കാലം എത്ര നല്ലതായിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു, പണ്ട് എപ്പോഴും പണ്ടത്തെ കാലം, പണ്ട് അങ്ങനെയായിരുന്നു, അപ്പച്ചന്മാരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. പെന്തക്കോസ്തുകാർ പറഞ്ഞേക്കാം നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത്. പക്ഷേ നമ്മുടെ പെന്തക്കോസ്തിലെ അപ്പച്ചന്മാരുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ കേസും അടിപിടിയും എല്ലാം നടന്നിട്ടുള്ളത്. അതാദ്യം പെന്തക്കോസ്തിൽ പെട്ടിരിക്കുന്ന പുതിയ തലമുറ മനസ്സിലാക്കണം. പുതുതായിട്ട് വന്നിരിക്കുന്നവരൊക്കെ അങ്ങ് പുകഴ്ത്തുന്നതാകാം, അയ്യോ അന്ന് വലിയ നല്ലതായിരുന്നു. നോ, നെവർ. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു നല്ല കാലമില്ല. പിന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ റിസെന്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഗിൽറ്റ് കോൺഷ്യസ്, ഭൂതകാല പാപങ്ങൾ, വീഴ്ചകൾ, തെറ്റുകൾ, തെറ്റിദ്ധാരണകൾ, തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ തിരഞ്ഞെടുപ്പുകൾ, റോങ് ചോയ്സസ് ദാറ്റ് വി മെയ്ഡ് ഇൻ അവർ പാസ്റ്റ്, ഇല്ലേ, നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. എന്നെ കേട്ടോണ്ടിരിക്കുന്നതിൽ ഒരു നല്ല പങ്ക് ആളുകളും ഭൂതകാലത്തിൽ നിങ്ങൾ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവരാണ്. അന്നത് വേണ്ടായിരുന്നു, അന്നത് വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, ഇവളെ കെട്ടണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇയാളെ കെട്ടണ്ടായിരുന്നു. കല്യാണത്തെ പറ്റി എടുത്ത റോങ് ചോയ്സ്, വിദ്യാഭ്യാസത്തെ പറ്റി എടുത്ത റോങ് ചോയ്സ്, വിദേശത്ത് പോകുന്നതിനെ പറ്റി എടുത്ത റോങ് ചോയ്സ്, സഭയിൽ ചേരുന്നതിനെ പറ്റി എടുത്ത റോങ് ചോയ്സ്, പെന്തക്കോസ്തിൽ ചേരുന്നതിനെ പറ്റി എടുത്ത റോങ് ചോയ്സ്. അങ്ങനെ സോ മെനി റോങ് ചോയ്സസ് ആർ ദേർ.
അപ്പൊ പാസ്റ്റിന്റെ ഒരു പിടിവള്ളി, കിനാവള്ളി നീരാളി പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പൊ ലോക ജനസംഖ്യയിലെ നല്ലൊരു വിഭാഗം ആളുകളും ഭൂതകാലത്തിന്റെ പിടിയിൽപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ അങ്ങനെയാണോ? ആർ യു ഫ്രീ? ആർ യു ഫ്രീ ഫ്രം ദ ഹോണ്ടിങ് തോട്ട്സ് ഓഫ് യുവർ പാസ്റ്റ്? അപ്പൊ നമ്മുടെ ഭൂതകാലത്തിലെ ചിന്തകൾ നമ്മളെ ഇങ്ങനെ പിടിച്ചു വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. നമ്മൾ ദുരുപയോഗിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ. ചിലരുണ്ട് കുഞ്ഞുങ്ങളായിരിക്കും തന്നെ സെക്ഷൽ അബ്യൂസിന് വിധേയരായവർ. ലൈഫ് ലോങ് ഹോണ്ടിങ്, റേപ്പ് ചെയ്യപ്പെട്ടവർ, പല ആളുകളും. നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് നിങ്ങളുടെ പുറയിൽ കിടക്കുന്നത്. അപ്പൊ മിനിഞ്ഞാന്നത്തെ വായന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മിനിഞ്ഞാന്ന് നോയമ്പിന്റെ വായന വായിച്ചപ്പോൾ ഞാൻ യെശയ്യാപ്രവചനത്തിൽ നിന്ന് വായിച്ചു, പൂർവീക കാര്യങ്ങൾ നീ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിലേക്ക് ഇനി വരികയോ ഇല്ല. ഞാൻ ജെറുസലേമിനെ ഒരാനന്ദമായും അവളുടെ ജനത്തെ ഒരാഹ്ലാദമായും പുനഃസൃഷ്ടിക്കും. ഞാൻ നിന്നിൽ ആനന്ദിക്കും. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് പ്രോമിസ്. പൂർവീക കാര്യങ്ങൾ നീ ഇനി അനുസ്മരിക്കുകയില്ല, അവ നിന്റെ മനസ്സിലേക്ക് വരികയില്ല, ഞാൻ നിന്നെ ആനന്ദിപ്പിക്കും. കേരളത്തിലെ ഓർത്തഡോക്സുകാർ യാക്കോബക്കാർ നോയമ്പെടുത്തോണ്ടിരിക്കുക, പക്ഷെ പൂർവീക കാര്യങ്ങൾ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിമറ്റത്തെ തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും പിന്നെ കുറിച്ചി തിരുമേനിയും കല്ലാശ്ശേരി ബാവായും ഒരു കാപ്പിവടിയും ഔഗേം ബാവായും. എവിടെ? എന്തിനാണ് ഈ നോയമ്പെടുക്കുന്നത്? എന്തിനാണ് ഇത് വായിക്കുന്നത്? അപ്പൊ ഭൂതകാലം അവർ വേട്ടയാടി, ഭൂതകാലത്തിലാണ് അവർ ജീവിക്കുന്നത്. കേരളത്തിൽ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ അധ്യക്ഷന്മാരടക്കം അവരുടെ മുഴുവൻ ആളുകളും ഭൂതകാലത്തിൽ ജീവിക്കുകയാണ്. ഭൂതകാലത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഭൂതകാലം അത് കാരണം ഇതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നോട് ഒരാളത് പറഞ്ഞു. ഞാൻ ശരിക്കും ആ ആളോട് ഒരു മണിക്കൂർ സംസാരിച്ചു. പുള്ളി അനുദപിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രശ്നം ഔഗേം ബാവയെ പുറത്ത് കാപ്പിവടിക്ക് അടിച്ചു. ഞാൻ പറഞ്ഞു, ഔഗേം ബാവയ്ക്ക് പ്രശ്നമില്ല, ഔഗേം ബാവ അത് മറന്നു. അല്ല, അടിച്ചു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളോട് ആരാ പറഞ്ഞു? അത് ഞാനിങ്ങനെ കേട്ടോ. ഞാൻ പറഞ്ഞു, ഔഗേം ബാവ അടിച്ചത് കഴിഞ്ഞ് ഔഗേം ബാവ കാതോലിക്ക ബാവയായി 2 വർഷത്തിന്റെ കൂടെ. അത് കഴിഞ്ഞ് പിറവംപള്ളിയിൽ ഈ ഔഗേം ബാവ പോയി, അവര് സ്വീകരിച്ചു. പിറവംകാരെ ഔഗേം ബാവയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ ഔഗേം ബാവ പിറവം പള്ളിയിൽ പോകുന്ന സമയത്ത് ഔഗേം ബാവയുടെ കൂടെ പോയ അച്ഛൻ ഇവിടെ അമേരിക്കയിലുണ്ട്. ഈ ഞാൻ കണ്ട അദ്ദേഹത്തെ. ആ അച്ഛൻ ഇന്നലെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അച്ഛനാ. ആ അച്ഛൻ 2 മാസം മുമ്പ് ഞാൻ കണ്ട. അപ്പൊ ആ അച്ഛൻ എന്നോട് പറയാ, ഈ ഔഗേം ബാവയെ പിറവംകാർക്ക് വലിയ ഇഷ്ടമായിരുന്നു, പിറവംകാരെയായിരുന്നു ഔഗേം ബാവയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഞെട്ടിപ്പോയി. ഏതാ ഈ അച്ഛൻ എന്നോട് നേരിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ നേരമാണ്. പിന്നെ ഞാൻ ബാവയുടെ കൂടെ അവിടെ പോട്ടു. അപ്പൊ ഈ ഔഗേം ബാവയുടെ കൂടെ നടന്ന അച്ഛൻ പറയുന്നു, ആ കാര്യം ബാവ മറന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പക്ഷെ അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി. മനസ്സിലായോ? അപ്പൊ ഔഗേം ബാവ ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനൊക്കെ മനസ്സിൽ നിന്ന് അത് പോയി. അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അവർ ക്ഷമിച്ചു, അവർ സ്നേഹിച്ചു. ആ തലമുറയും കടന്നുപോയി, അതെല്ലാം കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെയൊക്കെ തന്നെ ജീവിക്കുക. ഇപ്പൊ ഭൂതകാലത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് നോയമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോണ്ടാ, ഇത് വായിക്കുന്നവരാണല്ലോ. അപ്പം ഭൂതകാലത്തിൽ ജീവിക്കുകയാണ്. പൂർവിക കാര്യങ്ങൾ നിന്റെ മനസ്സിലേക്ക് ഇനി വരികയില്ല, അവ നീ അനുസ്മരിക്കുകയില്ല. അപ്പൊ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ഹീലിംഗ്. പാസ്റ്റിന്റെ വൂൺസിനെ ഹീൽ ചെയ്യുക. ഭൂതകാലത്തിന്റെ മുറിവുകളെ മുഴുവൻ സുഖപ്പെടുത്തുന്ന തൈലമാണ് പരിശുദ്ധ റൂഹ. ആ പരിശുദ്ധ റൂഹ നമ്മളെ അങ്ങ് സുഖപ്പെടുത്തും. പഴയകാല മുറിവുകളെല്ലാം അങ്ങ് മാറും. അതിങ്ങനെ ഹോണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഭൂതകാലത്താൽ വേട്ടയാടപ്പെടുന്ന ദുർഭഗമായ ഒരു ജീവിതം, റച്ചഡ് ലൈഫ്, അതാണ് ദുർഭഗമായ ജീവിതം എന്ന് പൗലോസ്ലീഹ പറയുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതൊക്കെയും മറന്ന്. പിന്നിലുള്ളത് മറക്കാൻ പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത്ര ഈസിയായ കാര്യമല്ല. വി ക്യാൻ ഡു ദാറ്റ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ, അതാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളും കൂദാശകളും. അപ്പൊ കൗദാശിക ജീവിതത്തിലുള്ള നിരന്തരമായ അനുഭവത്തിലൂടെ നമുക്ക് ആ ഹീലിംഗ് കിട്ടുന്നു. നമ്മുടെ ആ പ്രാർത്ഥനകൾ, നിങ്ങൾ ആ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ പോയി നിൽക്കേ, ഒരു സെഷനും ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണ് നിറയാതെ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം
ഹോളി സ്പിരിറ്റ് നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ സൗഖ്യമാക്കുന്നുണ്ട്. പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞൊരു അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് പോലെ. അതാണ് യെശയ്യാ പ്രവചനത്തിലെ പ്രോമിസാണ്, മുഴങ്കാലിന്മേൽ ഇരുത്തി ഞാൻ നിങ്ങളെ ലാളിക്കും, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സാരമില്ല എന്ന് പരിശുദ്ധ റൂഹ പറയുന്ന അത്ര ഉദാത്തമായ ശുശ്രൂഷകളിലൂടെയാണ് നമ്മൾ ഈ നാളുകളിൽ കടന്നു പോകുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഡെയിലി ബ്രെഡ്, അന്നന്നത്തേക്കുള്ളത്. അതാണ് കർത്താവ് ഈശോ മിശിഹ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ഇന്നലത്തെ വ്യായന ഭാഗത്ത് നമ്മൾ കണ്ടത്, അന്നന്നത്തേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. എവരി ഡേ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ഭൂരിപക്ഷം ആളുകളും ഇന്നലകളിൽ ജീവിക്കുക. ദേ ലിവ് ഇൻ ദ പാസ്റ്റ്, ദേ ആർ നോട്ട് ലിവ് ഇൻ ടുഡേ. അടുത്തൊരു വിഭാഗം അവർ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്, പാസ്റ്റിൽ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കും, ഭയങ്കര പ്രതീക്ഷയാണ്. അങ്ങനെയുള്ള വിഡ്ഢികളായ ആളുകളെ, അവരുടെ ആ പ്രതീക്ഷകളെ ഇങ്ങനെ ഫാൻ ചെയ്ത് പണം സമ്പാദിക്കുന്നതാണ് പോസിറ്റീവ് പ്രോസ്പെരിറ്റി പെർഫെക്റ്റ് തിയോളജി പ്രസംഗിക്കുന്ന പെന്റകോസ്റ്റൽ പെട്ടിക്കടകളുണ്ട്, തട്ടുകടകൾ. അവരാളുകളെ എങ്ങ് ഇളക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് പ്രസംഗിക്കുന്ന ഈ കൂട്ടങ്ങളുടെ ചതി എന്താന്ന് ചോദിച്ചാൽ, പണസമ്പാദന വ്യഗ്രത ഉള്ളവർ ആ കൂടെ നിൽക്കും. കാരണം അവർക്കിഷ്ടമാണ്, അവർ പണം സമ്പാദിക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പോകുമ്പോൾ ദൈവം അവർക്ക് അനുകൂലമാണെന്നും, അവരെന്തെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കിയാൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നിരന്തരം കേൾക്കുക. എവരി സൺഡേ ഇതാ കേൾക്കുന്നത്. അവർക്ക് അതിൽ കൂടുതൽ സന്തോഷമുണ്ടോ? നിങ്ങൾ ഒരു ഹോൾ വീക്ക് ചെയ്യുന്ന കാര്യം ദൈവിക കാര്യമാണെന്നും, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നെന്നും, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നെന്നും കേൾക്കുന്ന സന്തോഷമാണ്. ഇനി പണം ഉണ്ടാകാത്ത ആളുകളാണെങ്കിൽ അവർ ആ കൂട്ടായ്മ ചെന്നിരിക്കുന്ന സമയത്ത് പണം ഉണ്ടായവരെ ചൂണ്ടിക്കാണിക്കുന്നു, അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. ഉടൻ അടുത്തത് നെക്സ്റ്റ് നിങ്ങൾക്കാണ്, നിന്റെ തലയിൽ കൊട്ടപ്പടി അനുഗ്രഹം വീഴും. അപ്പൊ അവനും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പണക്കുതിയന്മാരും ദ്രവ്യാഗ്രഹ ഉള്ളവരും പണസമ്പാദന വ്യഗ്രത ഉള്ളവരുമായ ആളുകൾ മാത്രം അവിടെ കൂടുമ്പോൾ അവിടെ കുറച്ച് സമ്പത്ത് കുമിഞ്ഞുകൂടും. അവരതിന്റെ ഷെയർ അവരുടെ നേതാവിന് കൊടുക്കും. അങ്ങനെ മൊത്തത്തിൽ അവർക്ക് അപ്പൊ പറയും, കണ്ടോ പ്രോസ്പെരിറ്റി, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ പുറത്തു വയ്ക്കുന്ന സാധാരണക്കാരർക്ക് നേരാണല്ലോ ഈ പറയുന്നത്, അവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ സത്യത്തിൽ അത് വർക്ക് ചെയ്യുന്നതല്ല. അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ദാ വരുന്നു നിങ്ങൾക്ക് അനുഗ്രഹം, ദയണ്ട് വരുന്നു. ഇന്നത്തെ കാര്യം മിണ്ടത്തില്ല. അപ്പൊ പിന്നെ അനുഗ്രഹത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി അവർ ലോൺ എടുത്തും വളരെ വലിയ പലിശയ്ക്ക് കടം മേടിച്ചും ഒക്കെ അവർ മോടിയുള്ള ജീവിതം, ധാടിയും മോടിയും കൂട്ടും. നല്ല കാറ് മേടിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, കൂടിയ മൊബൈൽ ഫോൺ മേടിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഇവർക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ഇമേജ് നിലനിർത്തണമല്ലോ. കർത്താവ് തന്നതാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ച ഒരാള് പുതിയൊരു കാർ, ഓടി കാറാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന് നോക്കണ്ട്, ഓടി കാർ, ഗോഡ്സ് ഗിഫ്റ്റ്. ഞാൻ ചോദിച്ചത് ആർ യു ഷുവർ? പിന്നെ ഞാൻ പറഞ്ഞത് കർത്താവ് തന്നതാണോ? അതെ പാസ്റ്ററെ. എങ്ങനെയാ കർത്താവ് തന്നത്? കർത്താവ് ഇസ്ലാമൊക്കെ കൊടുത്ത് മന്ന മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അങ്ങനെ പൊഴിഞ്ഞു നിങ്ങളുടെ മുറ്റത്തോട്ട് ഓടി കാറ് വീണോ? ലോൺ വല്ലതും ഉണ്ടാ? ലോണൊക്കെ ഉണ്ട്. പിന്നെ എന്തുവാടേ കർത്താവ് തന്നത്? അപ്പൊ നീ കർത്താവിന് പേരുണ്ടാക്കി കൊടുക്കണ്ട, നിന്റെ സ്റ്റിക്കർ വലിച്ചു കീറിക്കള. കർത്താവിനെ നീ രക്ഷിക്കണ്ട, കർത്താവിന് നീ പേരുണ്ടാക്കി കൊടുക്കണ്ട. കർത്താവിന് പേരുണ്ടാക്കി കൊടുക്കാൻ ആകാശം അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനില്ല, ഭൂലോകത്തിൽ എല്ലായിടത്തും അതിന്റെ അളവ് ചെന്നെത്തുന്നു. അവർ ഗോഡ് ഈസ് ഗ്രേറ്റസ്റ്റ്, ഈസ് ഹൈലി എക്സോൾട്ടഡ്. അവന്റെ രഥങ്ങൾ 1000 അവന്റെ സൈന്യങ്ങൾ 10,000 അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ സ്തുതികളിന്മേൽ വസിക്കുന്നു. അതുകൊണ്ട് നിന്റെ സ്റ്റിക്കറിന്റെ ആവശ്യമില്ല. പിന്നെ ദൈവത്തിനൊരു പേരുദോഷം വരാതിരിക്കാൻ വേണ്ടി, നീ ദൈവത്തിനൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നീ കടം മേടിച്ച് വണ്ടി മേടിച്ച് ഇത് ഗോഡ്സ് ഗിഫ്റ്റ് ആണെന്നും വെക്കണ്ട. നിനക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയെങ്കിൽ ഒട്ടിച്ചു വെക്കുക. ഇപ്പൊ ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഒരു മസറാറ്റി എന്റെ വീടിന് മുമ്പിൽ കിടക്കുക. അപ്പൊ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നിട്ട് വിൻ നമ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവിടെ. എല്ലാ കാറിനും ഇൻഡിവിജ്വൽ നമ്പറാണ്. വിൻ നമ്പർ നോക്കിയിട്ട് അതിന്റെ ഓർഡർ അപ്പോൾ പറയും, ഓ ദിസ് ഇസ് മിസ്റ്റീരിയസ് മിസ്റ്റർ ഷിബു, ഇത് വലിയ വിഷയമാണല്ലോ, ഇത് കാർ എവിടെ നിന്ന്? പെട്ടെന്ന് തന്നെ മസറാറ്റി കമ്പനി വിളിക്കുന്നു. മസറാറ്റി കമ്പനി പറയുന്നത് അങ്ങനെ ഒരു വിൻ നമ്പർ ഞങ്ങൾ വണ്ടി ഇറക്കിയിട്ടില്ല, അപൂർവം. അപ്പൊ മസറാറ്റി കമ്പനിയുടെ ആൾ വരുന്നു, പോലീസ് വരുന്നു, എല്ലാവരും വരുന്നു. പക്ഷെ അമേരിക്കയിൽ ഒരു കാര്യമുണ്ട്, ആ കാർ എനിക്ക് തരും.
ഇന്ത്യയിലെ പോലെ എടുത്തുകൊണ്ട് പോകത്തില്ല. നമുക്ക് വഴി കടന്നൊരു സാധനം കിട്ടിയ ഇവിടുത്തെ നിയമം കേട്ടോ, അമേരിക്കൻ നിയമം. ഇപ്പൊ ഞാൻ വഴി നടന്നു പോകുന്ന വഴിക്ക് എനിക്ക് $1 ലക്ഷം വഴി കടന്ന് കിട്ടിയാൽ ഞാനതെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ പോലീസുകാരത് അവിടെ വെക്കും. 1 ഇയറിനകം അതിന്റെ ഉടമസ്ഥൻ ക്ലെയിം ചെയ്തില്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ അതിന്റെ ടാക്സ് എടുത്ത് എനിക്ക് ആ പൈസ തരും. ആർക്ക് കിട്ടുന്നു അവർക്കുള്ളതാണ്. ഉടമസ്ഥൻ ക്ലെയിം ചെയ്താൽ അവർ ഉടമസ്ഥന് പോകും. അൺക്ലെയിംഡ് ആണെങ്കിൽ ഇത് കണ്ടു കിട്ടിയ ആൾക്കുള്ളതാണ്. അതാണ് ഇവിടുത്തല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ആ മസറാട്ടി എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ വലിയൊരു ബോർഡ് വെക്കും, ഗോഡ്സ് ഗിഫ്റ്റ്. അല്ലാതെ ഞാനിവിടെ പോയി ക്രെഡിറ്റ് യൂണിയനിൽ പോയി ലോണും എല്ലാം എടുത്ത് 4 പേരുടെ ഒപ്പും വെച്ച് 3 പേരുടെ ജാമ്യം വെച്ച് മാസം തോറും $2000 പിന്നെ ലോണും അടച്ചു ഗോഡ്സ് ഗിഫ്റ്റ് പോയി പണി നോക്കാൻ പറ. അതാണ് ഗോഡ്സ് ഗിഫ്റ്റ്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അപ്പൊ കുറെ ഞാൻ ചൂടാതെ ക്ഷമിക്കണം കേട്ടോ, കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് കയറാൻ വേണ്ടി അങ്ങനെ. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവം ആർക്കും കാറൊന്നും കൊടുത്ത് ദൈവം പേരെടുക്കുന്നില്ല. ഓക്കെ. അപ്പം പിന്നെയുള്ളതാണ് അടുത്തത് ഫ്യൂച്ചറില് കുറെ പേര് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഭയം, ഭീതി. ഈ കൊച്ചു വളർന്നു വരുമ്പോ എന്തായിത്തീരും, നാളെ എനിക്ക് ക്യാൻസർ വരുമോ, ഏതെങ്കിലും മരണത്തിനൊക്കെ പോയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മൂഡ് ഓഫാ. എന്നെ മിനിഞ്ഞാന്ന് ഒരാൾ വിളിച്ചു, മരണത്തിനൊക്കെ പോയിച്ചു, പിന്നെ ഇതുപോലെ ഞാൻ മരിക്കുമോ? നീ എന്നാളും മരിക്കും, ഇപ്പൊ നീ മരിച്ചൊന്നുമില്ലല്ലോ. ഞാനാണ് രാവിലെ എഴുന്നേറ്റ് അന്നേരം മനോരമ പത്രം എടുത്ത് നോക്കും, നിര്യാതരായ കോളം നോക്കും, കോട്ടയം പേജാ നോക്കുന്നത്, അതിനകത്ത് എന്റെ പേരില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഓക്കെ. ഇത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ മരിക്കുന്നതിന് മുമ്പ് മരിക്കാതെ നിങ്ങൾ എന്നാളും മരിക്കേണ്ടവ കൃത്യമായി മരിച്ചോളൂ. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഫ്യൂച്ചറിൽ, നാളെയിലാണ് ജീവിക്കുന്നത്. നാളെയുടെ പ്രലോഭനങ്ങളിലും നാളെയുടെ ഉത്കണ്ഠകളിലും ഭീതിയിലും ഒക്കെ ജീവിക്കുന്നു. ചില ആളുകൾ ഇന്നലകളുടെ വിജയത്തിൽ, നേട്ടങ്ങളിൽ അഭിരമിക്കുന്നു. ചിലർ ഇന്നലകളുടെ പരാജയത്തിൽ ദുഃഖിക്കുന്നു, പാപങ്ങളിൽ കരയുന്നു, സങ്കടപ്പെടുന്നു. അപ്പോൾ 100% ആളുകൾ, മോസ്റ്റ് ഓഫ് ദം ലിവ് ഇൻ പാസ്റ്റ്, റെസ്റ്റ് ഓഫ് ദം ലിവ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം കുറെ ആളുകൾ ഇന്നലകളിൽ ജീവിക്കുന്നു, കുറെ ആളുകൾ നാളുകളിൽ ജീവിക്കുന്നു. ഇന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയുവാൻ ദൈവം ഭൂമിയിലേക്ക് നോക്കും. അതാണ് കർത്താവിന്റെ പ്രസംഗത്തിന്റെ എസൻസ്. ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി. ഇന്ന് നീ ജീവിക്ക്, ഇന്നിൽ നീ ജീവിക്ക്. ഇന്നലത്തെ കാര്യം ഓർത്ത് ദുഃഖിക്കാതെ, നാളത്തെ കാര്യം ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ, നിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. എന്നാ ഉണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കും. സ്റ്റാർട്ട് ലിവിങ് ടുഡേ ടുഡേ. അതാണ് പൗലൂസിലെ പറഞ്ഞു, ഇതാകുന്നു സുപ്രസാദ കാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. കാപ്പിവടിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതാകുന്നു സുപ്രസാദ കാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. അപ്പൊ അതാണ് നമ്മൾ ആദ്യത്തെ. സോറി കേട്ടോ, ഒത്തിരി നീണ്ടുപോയി. നമുക്ക് ഒത്തിരി വായനാഭാഗങ്ങളുണ്ട്. അടുത്ത പിന്നെ 2 രാജാക്കന്മാർ. ഇവിടെ ഒരാൾ പറഞ്ഞ 2 രാജാക്കന്മാർ, 2 പത്രോസ് എന്ന് പറഞ്ഞാല് ഒരാൾ ഓർത്ത് 2 പത്രോസ് ഉണ്ടെന്ന്. ഇപ്പൊ 2 രാജാക്കന്മാർ 4-ാം അധ്യായമാണ്. 2 രാജാക്കന്മാർ 4 സൂപ്പർ അധ്യായമാണ്. 2 രാജാക്കന്മാർ 4:38 മുതല. എനിക്കിഷ്ടമുള്ള ഒരു അധ്യായമാണ് 2 രാജാക്കന്മാർ 4:38. അനന്തരം എലീഷ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര വരപ്പാൻ വയലിച്ചെന്ന് ഒരു കാട്ടുവള്ളി കൊണ്ട് മടി നിറയെ പേച്ചൂര പറിച്ചുകൊണ്ട് വന്നു. അവർ അറിയായാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. ഇത് തർജ്ജിമയൊന്നും ശരിയല്ല. ഈ ചീര കൊണ്ട് പായസം വെക്കുന്നത് എങ്ങനെയാന്ന് എന്നോട് ആൾ. ഇത് സത്യത്തിൽ സൂപ്പ് ഉണ്ടാക്കിയത്. ഈ സൂപ്പ് എന്നുള്ളത് നമ്മുടെ ആളുകൾ തർജ്ജിമ ചെയ്ത് പായസം എന്നൊക്കെ ആക്കിയത്. അവിടെ എലീഷ പായസം ഉണ്ടാക്കി. നമ്മുടെ ഈ കുറച്ച് നായന്മാരായി തർജ്ജിമ ചെയ്ത്, അപ്പൊ അവര് പായസം. അപ്പൊ ഇതാണ്. അപ്പം ഈ സൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പൊ സൂപ്പിനകത്ത് ഇടാൻ ഇല പേച്ചൂര കൊണ്ട് ഇട്ടു. വിഷമായിരുന്നു. അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവേൻ എന്ന് എലീഷ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഹീലിംഗ് ഓഫ് ദ ഫുഡാണ്. ഭക്ഷണത്തെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ളൊരു പ്രയർ ഉണ്ട് സുറിയാനി സഭയുടെ. അത് ഈ ലൈവ് കഴിയുന്നതിനകത്ത് കമന്റായിട്ട് ഇടാം, നിങ്ങൾക്ക് വേണ്ടവർക്ക്, അറിയാൻ പാടില്ലാത്തവർക്ക്.
അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രെയർ. നമ്മുടെ ബെന്നി ജോർജ് ആയിരുന്നു നേരത്തെ അത് കിട്ടുന്നുണ്ട്. പുള്ളി ഒന്നും ഇപ്പം ലൈവ് വരാറേ ഇല്ല. ഉണ്ടെങ്കിൽ അതേ കേടൂ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടോളാം. അനന്തരം ബാൽശാലിശിയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷൻ ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. 20 അപ്പം, ബാർലിയുടെ അപ്പമാണ്, പാവപ്പെട്ടവന്റെ അപ്പം. ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. 20 അപ്പമേ ഉള്ളൂ, 100 പേരുമുണ്ട്. അവൻ പിന്നെയും ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. 20 അപ്പമായിരുന്നു, 100 പേരുണ്ടായിരുന്നു. പക്ഷേ 20 അപ്പം 100 പേർക്ക് വിളമ്പിയപ്പോൾ 100 പേരും കഴിച്ച് മിച്ചം ശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ബ്രെഡ്. യേശു കർത്താവിന്റെ നിഴലാണ് എലീഷ. യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിന്റെ ഒരു സ്റ്റോറി നമ്മൾ കാണാം. അപ്പം നമ്മുടെ ഡെയിലി നീഡ്സ്, എസ്പെഷ്യലി ഭക്ഷണം, അതിൽ കർത്താവ് കരുതുന്നു എന്നുള്ളത്. ഇന്നിപ്പോ ഞാനിപ്പോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് എന്ന ഷെൽഫ് കാലി ആളുകൾ ആക്രാന്തപ്പെട്ട് വാരിക്കൊണ്ട് പോകുന്നു. പാനിക് ഷോപ്പിംഗ് ആണ്. പക്ഷെ കർത്താവ് നിങ്ങളെ കരുതും എന്നുള്ളതിന്റെ ഒരു വായന ഭാഗം ഇതാണ് കാണുന്നത്. അതായത് ഡെയിലി ഉള്ളത് കർത്താവ് പൊഴിച്ചു കൊടുത്തിരുന്നു ജനത്തിന്. ഷോർട്ടേജ് വന്നാൽ കർത്താവ് വർദ്ധിപ്പിച്ചു. കർത്താവ് നമ്മളെ കരുതുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വായന ഭാഗത്തിൽ കാണുന്നത്. അടുത്തത് ഹോശിയ പ്രവചനം. ബൈബിളിൽ വളരെ ഭംഗിയുള്ള ഒരു പുസ്തകമായി ഹോശിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രത്യാശയും സ്നേഹവും സന്തോഷവും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന, ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു ഡെസേർട്ടായിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ ആയിട്ട് വേണേൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന പുസ്തകം ഹോശിയ. ഹോശിയ പ്രവചനം 2-ാം അധ്യായം. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ചുമ്മാ എടുത്ത് വായിച്ചാൽ മതി. ഹോശിയ പ്രവചനം വായിക്കാൻ നമുക്ക് എപ്പോഴും സന്തോഷം വരും. ഹോശിയ പ്രവചനം 2:18. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. അപ്പം നിങ്ങളെ നിർഭയം വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, ഞാൻ നിന്നെ സദാകാലത്തേക്കും, ഇറ്റേണലി, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, സദാകാലത്തേക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അത് നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അപ്പോൾ ബെട്രോത്തൽ എങ്ങനെയാണ്? ദൈവം നമ്മെ വിവാഹത്തിന് നിശ്ചയിക്കുക. പുതിയ നിയമത്തിലെ ആശയമല്ല ഈ മണവാട്ടി എന്നുള്ളത്. കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്നത് പുതിയ നിയമ ആശയമല്ല, അത് പഴയ നിയമത്തിൽ തന്നെയുണ്ട്. അപ്പൊ അവിടെ പറയാണ് എങ്ങനെയാണ് വിവാഹം നിശ്ചയിക്കുന്നത്? നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. I will betroth you to me in righteousness and justice, in loving kindness and mercy. I will betroth you to me in faithfulness, വിശ്വസ്തത, and you shall know the Lord. ഇതെല്ലാം കർത്താവ് ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. പറയാണ് നീതി, ന്യായം, ദയ, കരുണ, വിശ്വസ്തത. നീ യഹോവയെ അറിയും. God's mercy, God's faithfulness, God's loving kindness, God's righteousness, God's justice. That made this betrothal a reality. നമ്മുടെ വിശ്വാസം കൊണ്ടല്ല. His loving kindness, His mercy, His grace, His justice, His righteousness, His faithfulness നമ്മളെ വിവാഹം നിശ്ചയം ചെയ്തു. സഭയാം തിരുസഭയാമീ ഞാൻ, അത്യുന്നതനുടെ മണവാട്ടി, പാവന സഭ ചൊന്നിടുന്നു, എൻ വരനേവം ഞാൻ ധന്യ. അടുത്ത പറയാണ്, It shall come to pass in that day that I will answer, says the Lord. I will answer the heavens, and they shall answer the earth. The earth shall answer with grain, with new wine, and with oil. They shall answer Jezreel. അപ്പൊ ഭൂമി നിങ്ങൾക്ക് മറുപടി നൽകും, അനുഭവം നൽകും. എങ്ങനെയാണ്? ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും.
ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. ഞാൻ ആകാശത്തിൽ നിന്ന് മഴ വരും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമിയിൽ നിന്ന് എന്തുണ്ടാവും? ഗോതമ്പും ഒലിവും മുന്തിരിയും ഉണ്ടായി വരും. നിനക്ക് വീഞ്ഞും എണ്ണയും, നിന്റെ ശരീരത്തെ പുഷ്ടിപ്പിക്കുവാൻ അപ്പവും, നിന്റെ ഹൃദയത്തെ രമിപ്പിക്കുവാൻ വീഞ്ഞും, നിന്റെ ശരീരത്തിന് കാന്തി വരുത്തുവാൻ എണ്ണയും ഭൂമി ഉൽപ്പാദിപ്പിച്ചു തരും. അപ്പൊ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന, ദൈവജനം എന്ന് ഞാൻ പറയുമ്പോൾ ഹ്യൂമാനിറ്റി, ദൈവം അങ്ങനെ മനുഷ്യവർഗത്തെ തന്റെ മക്കളായിട്ടാണ് കാണുന്നത്. നമ്മളാണ് ഈ ഡിസ്ക്രിമിനേഷൻ എല്ലാം കൊണ്ടുവന്ന്, എക്സ്ക്ലൂസീവ്സിനെ എല്ലാം കൊണ്ടുവന്ന്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വെള്ളയിട്ട് മീശ പഠിച്ച് ആഭരണം ഊരി നിൽക്കുന്ന ഒരു ദൈവജനം എന്നുള്ള ഫൂളിഷ് തോട്ട് നമ്മുടേതാണ്. ദൈവജനം എന്ന് പറഞ്ഞാൽ പീപ്പിൾ, എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. എല്ലാ മനുഷ്യരെയാണ് ദൈവം കാണുന്നത് മക്കളായിട്ട്. നമ്മളും അങ്ങനെ വേണം കാണാൻ. Then I will sow her for myself in the earth, and I will have mercy on her who had not obtained mercy. Then I will say to those who were not my people, you are my people, and they shall say, you are my God. കണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് അടുത്ത് പറയുന്നത്. നിങ്ങൾ യോശുവ പ്രവചനം, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്ക് ഉത്തരം നൽകും, അവ ഇസ്രായേലിന് ഉത്തരം നൽകും, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനം എന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവം എന്ന് അവരും പറയും. ഇസ്രായേൽ എന്തായി തീരും? നാടൻ ഭാഷ സോറി കേട്ടോ, ശശിയായി തീരും. മനസ്സിലായി? ഈ വാക്യമാണ് പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്റെ ജനമല്ലാത്തവരോട് ഞാൻ എന്റെ ജനമെന്ന് പറയും, കരുണ ലഭിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കും. ബിക്കോസ് ദൈവം എല്ലാവരുടെയും ദൈവമാണ്. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ദൈവം, നമ്മൾ ഫോളോ ചെയ്യുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ പ്രസംഗിക്കുന്ന ദൈവം മുഴുപ്രപഞ്ചത്തിന്റെയും ഏകസത്യ ദൈവമാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ നിത്യാവിശ്വാസ പ്രമാണം. അല്ലാതെ ഹിന്ദുക്കളുടെ ദൈവം, മുസ്ലിങ്ങളുടെ ദൈവം, പാഴ്സികളുടെ ദൈവം, സിഖുകാരുടെ ദൈവം, സ്വരാഷ്ട്രന്മാരുടെ ദൈവം, അങ്ങനെ ഓരോ വിഭാഗക്കാരുടെ ദൈവം, അങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. there is only one God. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തിന്റെ യൂണിവേഴ്സൽ സ്വഭാവം നിങ്ങൾക്ക് ഈ വാക്യത്തിൽ കാണാം. ഇന്നത്തെ വായനാ ഭാഗം, അല്ല ഇന്നത്തെ അല്ല, ഞങ്ങൾക്കൊക്കെ നാളെ, ഇന്ത്യയിലുള്ളവർക്ക് ഇന്ന് ശനിയാഴ്ച. So then I will say to those who are not my people, I will say to them, you are my people, and they shall say, you are my God. ഞാൻ നിങ്ങളെ കരിക്കും എന്ന് പറയുമ്പോഴല്ല, ഇത് നമ്മുടെ നാട്ടില് കേരളത്തിലുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് മുഴുവൻ നശിപ്പിച്ചു പെന്തക്കോസ്തുകാരാണ്. നമ്മുടെ പള്ളിയിൽ നോക്കി നമ്മുടെ ചുറ്റുപാടുള്ള ഹൈന്ദവരായ ആളുകളൊക്കെ അവർ പറയാൻ നമ്മുടെ ദൈവമാണ്. ആ ദൈവം അവരോടും ഗ്രേഷ്യസ്ലി ആണെന്ന് ഇടപെട്ടുണ്ട്. യു ആർ മൈ പീപ്പിൾ. അവർ പള്ളി നേർച്ചയിടാനും പള്ളി പെരുന്നാളുണ്ട് വരാനും ഒക്കെ അവർക്കും സന്തോഷമായിരുന്നു. അവരുടെ ദൈവമാണ്. യു ആർ മൈ ഗോഡ്. നമ്മൾ അവിടെ 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 10 വരെ ഉള്ള ഭാഗങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം. ഞാൻ ഇത് പറയുന്നത് ഒരു നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഈ വായനാ ഭാഗങ്ങളിലൂടെ നിങ്ങൾ തന്നെ സഞ്ചരിച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ ഒന്ന് ഇത് വായിക്കാൻ ഉത്സാഹിപ്പിക്കുന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഈ പ്രസന്റേഷനും വ്യാഖ്യാനമൊന്നും അങ്ങനെ ഓതന്റിക് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ. Therefore laying aside all malice, all deceit, hypocrisy, envy and ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? അതാണ് തൊട്ടു മുമ്പ് ഞാൻ വായിച്ച ഹോശേയയിൽ. ദയയോടും ന്യായത്തോടും നീതിയോടും മഹാകരുണയോടും വിശ്വസ്തയോടും കൂടെ ഞാൻ നിനക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടോ? ക്രിസ്തു എന്ന ഏകപുരുഷനെ ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണോ? ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ലവിങ് കൈൻഡ്നസ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവന്റെ ദയയെ ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് പത്രോസ് പറയുന്നത്,
കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇപ്പോൾ ഒരു ആത്മീക യാഗം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് അർപ്പിക്കുകയാണ്. സോ പ്രീസ്റ്റ്ഹുഡ് ഈസ് ദെയർ, സാക്രിഫൈസ് ഈസ് ദെയർ. അപ്പൊ ഇന്നിപ്പം ബലിയില്ല, ഇന്ന് പുരോഹിതനല്ല. ഞാനും കുറച്ച് നാൾ അത് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നത് സ്പിരിച്വൽ സാക്രിഫൈസ്. അപ്പൊ പൗരോഹിത്യം നിലനിൽക്കുന്നു, യാഗം നിലനിൽക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഈ കുർബാന അനുഗ്രഹം നിന്നിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനെ അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കണ്ടോ? അപ്പൊ കരുണ ലഭിക്കാത്തവർക്ക് ഞാൻ കരുണ നൽകും. ഓശയായി വായിച്ചു. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്ന് ഞാൻ വിളിക്കും, ആ ജനം എന്നെ എന്റെ ദൈവമേ എന്ന് വിളിക്കും. കരുണ ലഭിച്ചവൾ രൂഹമ, കരുണ ലഭിച്ചവൾ എന്ന് നമുക്ക് പേരാകും. ഈ കരുണയ്ക്ക് ഇത്രയും പ്രാധാന്യം മനസ്സിലാക്കാം. അതാണ് അതിന്റെ കാര്യം. അടുത്തത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, അത് 12 മുതലുള്ള വാക്യങ്ങളാണ്. സോ ലോങ് ടെക്സ്റ്റ്. ഫിലിപ്പിയ ലേഖനം 2:12 മുതൽ 30 വരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലും കൊണ്ടുകൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ വാക്യം വായിക്കുമ്പോൾ അനേക ആളുകൾക്ക് തോന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് രക്ഷ കിട്ടുന്നതെന്ന്. നോ 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 നോട്ട് അറ്റ് ഓൾ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇപ്പോ നമുക്കൊരു കന്നുകാലിക്കിടാവിനെ കൊണ്ട് തന്നു ഒരാള്, എന്നിട്ട് പറയാണ് നീ ആ കന്നുകാലിക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ആ കന്നുകാലിക്ക് പുല്ല് കൊടുക്കുക, കാടി കൊടുക്കുക, അതിനെ കുളിപ്പിക്കുക, മാറ്റിക്കെട്ടുക. അപ്പൊ ഇതെന്തിനാ? അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ നമുക്ക് ആ കന്നുകാലിയെ കിട്ടുന്നത്? ആണോ? ആ കടാവിനെ കിട്ടുന്നത് എങ്ങനെയാ? സൗജന്യമാണ്. പശു പുറേ നിപ്പുണ്ട്. മനസ്സിലായോ? അതാണ് നിന്റെ രക്ഷ. നിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നിനക്കൊരു കിടാവിനെ തന്നു, അത് ഫ്രീ ഗിഫ്റ്റ് ആണ്. ഒത്തിരി പേർക്ക് സംശയം ഈ വാക്യം വായിച്ചു കഴിയുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഇംഗ്ലീഷിൽ കുറെ കൂടെ എളുപ്പമുണ്ട്. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. മനസ്സിലായോ? വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് പോകത്തില്ല, ജിമ്മിൽ പോവുക, രാവിലെ ഓടാൻ പോവുക, സൈക്കിൾ ചവിട്ടുക. നമ്മുടെ ഒരു ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവറുണ്ട്, പുള്ളി കിതച്ചും അണച്ചും സൈക്കിൾ ചവിട്ടുന്നു, ഓടുന്നു, ആ പാടെ മേലെന്ന് പറയുന്നേക്കാം. അപ്പൊ അത്രയൊന്നും എക്സർസൈസ് ചെയ്യേണ്ട, മര്യാദയ്ക്കൊക്കെ ചെയ്യുക. താൻ ചത്ത് മീൻ പിടിച്ചിട്ടുള്ള കാര്യം, അവസാനം കൈ മീനുമായിട്ട് ചാവും കിടക്കും. അപ്പൊ അതുകൊണ്ട് എക്സർസൈസ് ഒക്കെ മര്യാദയ്ക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. സാൽവേഷൻ ഈസ് ഗിവൺ, ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നോ വൺ ക്യാൻ പർച്ചേസ് ഇറ്റ്, നോ വൺ ക്യാൻ അച്ചീവ് ഇറ്റ്, നോ വൺ ക്യാൻ ഏൺ ഇറ്റ്. ഇറ്റ് ഈസ് ഫ്രീ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പശുവിനെ കുളിപ്പിക്കാതെ, മൈന് പുല്ല് കൊടുക്കാതെ, മൈന് കാടി കൊടുക്കാതെ അങ്ങനെ ഇരിക്കരുത്. സാൽവേഷൻ നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുമ്പോൾ ആ രക്ഷയുടെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടും. അതാണ് സൽപ്രവൃത്തികൾക്കായിട്ട് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ രക്ഷിച്ചിരിക്കുന്നു കൃപയാൽ. നാം ചെയ്തു പോരേണ്ടതിന് അവ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. ഫിലിപ്പിയ ലേഖനം 2 നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുക. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ
തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഹൂ ഈസ് വർക്കിംഗ്? ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് യു ബട്ട് ഗോഡ്. അപ്പൊ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്, ഞാനല്ല. ബെന്നി ജോർജ് വന്നിട്ടുണ്ട്. ബെന്നി ജോർജ് ദുബായി. ഈ ലൈവിന്റെ ഈ കമന്റിനകത്ത് നമ്മുടെ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇടണം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബെന്നിയാണ് ഇത് ഇടേണ്ടത്. അപ്പൊ എല്ലാവരും നോക്കുക. ബെന്നി ജോർജ് എന്ന് പറഞ്ഞ ആളെ ആ പ്രെയർ കമന്റ്, ഞാൻ മുമ്പേ പറഞ്ഞ പ്രെയർ. അപ്പൊ ഇവിടെ പറയാണ്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. Do all things without complaining and disputing, that you may become blameless and harmless children of God without fault in the midst of a crooked and perverse generation, among whom you shine as lights in the world. വക്രതയും ദുഷ്ടതയുമുള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ വെളിച്ചമായിട്ട് നിങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാണ്. ദൈവം നിങ്ങളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഹൂ ഈസ് വർക്കിംഗ്? ക്രൈസ്റ്റ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ യു, ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആ ക്രിസ്തു നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്കും പ്രശംസ ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങൾ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമത്യോസിന് വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ എനിക്ക് തുല്യചിത്തനായി മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. ഉപദേശിമാരെല്ലാം കണക്കാന്ന പൗലൂസ് പറയുന്നത്. അവന്മാരെല്ലാം അവനവന്റെ കാര്യം നോക്കുക. അവനവന്റെ പിള്ളേരുടെ കാര്യം, അവനവന്റെ വീട് മേടിക്കുന്ന കാര്യം, അവിടെ അത് ചെയ്യുന്ന കാര്യം, ഇത് ചെയ്യുന്ന കാര്യം. കർത്താവിന്റെ കാര്യം നോക്കുന്നവര് വളരെ കുറവാണ്. യേശുക്ക് സ്വന്തം കാര്യം അത്രേ. അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്ന ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. അപ്പൊ എപ്പഫ്രാദിത്തോസ് മരണകരമായ രോഗം ബാധിച്ചു, മരണത്തോളം എത്തിയിരുന്നു. പക്ഷെ പൗലൂസ് പറയാണ്, കർത്താവ് കരുണ കാണിച്ചു, അല്ലെ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമായി പോയനെ. പൗലൂസ് പറയാണ്, എപ്പഫ്രാദിത്തോസ് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ ദുഃഖം വന്നു. ഇവിടെയാണ് ഒരു ഫോൾസ് ക്രിസ്ത്യാനിറ്റി. ഈ 2 വർഷം മുമ്പ് ഒരു കോട്ടയംകാരി ഒരു സ്ത്രീയുടെ മകൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. മാർത്തമകാരത്തി സ്ത്രീയാ. പുള്ളിക്കാരത്തി ചങ്കും മരിച്ചു എന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു, എനിക്കൊരു കോപ്പുമില്ല, എന്റെ മകൻ മരിച്ചു, കർത്താവ് എടുത്തു, കർത്താവ് തന്നു. റോങ് മെസ്സേജ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖിക്കരുതെന്നോ കരയരുതെന്നോ ഒക്കെ ഒരു ചിന്താഗതിയാണ്. ബെന്നി ജോർജ് ഇട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയല്ല. ബെന്നി ഇച്ചിരി കൂടെ ഒരു ഡെവലപ്ഡ് പ്രെയർ ഉണ്ടല്ലോ, നമ്മുടെ കണിയാമ്പറമ്പിൽ അച്ഛൻ എഴുതിയ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് റോങ് മെസ്സേജ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമ്മൾ മരണത്തിൽ ദുഃഖിക്കരുത്, കരയരുത്, ഇങ്ങനൊരു ചിന്ത. നമ്മൾ കരയാൻ പാടില്ല. അപ്പൊ ട്രൂ ബിലീവർ ആണ്, ധീര പോരാളിയാണ്, സുവിശേഷകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതാണ് ഇതാണ്. ഹൂ ആർ യു? ലാസറിന്റെ കല്ലറയ്ക്ക് യേശു കരഞ്ഞു. ആർ യു ഗ്രേറ്റർ ദാൻ ജീസസ്? ആർ യു ഗ്രേറ്റർ ദാൻ ജീസസ്? ഇവിടെ അപ്പോസ്തലനായ പൗലൂസ് പറയാം, എപ്പഫ്രാദിത്തോസ് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമായി പോകാൻ ദൈവമേ കർത്താവ് കരുണ ചെയ്തു, അവൻ സൗഖ്യമായി. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ കരയണം, പൊട്ടിക്കരയണം. മനസ്സിലായി? നെഞ്ചത്തൊക്കെ ഇടിക്കണം. അതാണ് അതിന്റെ ശരി. ദുഃഖിക്കണം. മോശ മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ 40 ദിവസമാണ് കരഞ്ഞത്.
അങ്ങനെ കരഞ്ഞില്ലേ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂതകാലത്ത് ജീവിക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിയുടെ മകൻ മരിച്ചു, പെന്തക്കോസ്ത് സഹോദരിയുടെ. ആ സഹോദരിയുടെ ചുമതലയാണ് ശവടക്ക് നടന്നത്. അവരവിടെ ഇരുന്ന് കരയേണ്ടതിന് പകരം അവരെന്ത് ചെയ്യുക, ശവടക്കിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ തീരെ വനിതയല്ലേ. ഝാൻസി റാണിക്ക് ശേഷം ഇറങ്ങിയിരിക്കുക. എന്നിട്ട് എന്ത് വേണ്ടി, ശവടം കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു. ഇപ്പം ദുഃഖിച്ച് മോങ്ങിക്കൊണ്ട് പോസ്റ്റ് ഇടുക, അയ്യോ മോനെ കുട്ട, നോ യൂസ്, ഇനി നിങ്ങൾ ഭൂതകാലത്ത് ഇരിക്കാം. അപ്പൊ കരയാനുള്ളത് കരഞ്ഞു തീർക്കണം, ഭാണ്ഡങ്ങൾ അവിടെ ഇറക്കി വെക്കണം, യാത്ര മുന്നോട്ട് തുടരണം, ഇന്നിൽ ജീവിക്കണം. അപ്പൊ ഇന്നലകളുടെ ദുഃഖം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആളുകളെ കാണിക്കാൻ വേണ്ടി പെർഫോമൻസ് ആണ് സ്പിരിച്വൽ അഭ്യാസം. ഞാൻ ഭയങ്കര ആത്മീയ, അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. ദാറ്റ് ഈസ് റോങ് സ്പിരിച്വാലിറ്റി. നോ 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 നോ, ദാറ്റ് ഈസ് നോട്ട് ട്രൂ സ്പിരിച്വാലിറ്റി. അപ്പൊ കരയാതിരിക്കുന്ന തള്ളമാരെ കാണുമ്പം നിങ്ങൾ ഓർക്കരുത്, എന്തോ ഒരു ദൈവഭക്തിയാണ്, പ്രാന്ത് പിടിച്ചിരിക്കുന്ന ദൈവഭക്തി ഒന്നുമല്ല. മനുഷ്യൻ മകൻ മരിച്ചു കിടക്കുന്ന കരയാത്ത അമ്മ, അതാണോ ആത്മീയത? നോ, ദാറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. ദാറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. അത് മതഭ്രാന്ത് കയറുക, മതഭ്രാന്ത് കയറിയിരിക്കുക. തന്റെ മകൻ മരിച്ചാലും തന്റെ വിശ്വാസവും തന്റെ പെന്തക്കോസും ഏതാണ്ട് മുഴുത്തതാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി മസിൽ പിടിക്കുന്നത്. ഐ കനോട്ട് സപ്പോർട്ട് ഇറ്റ്. ആൻഡ് സ്ക്രിപ്ചറും സപ്പോർട്ട് ചെയ്യുന്നില്ല. പൗലൂസ് പറയാണ്, എപ്പഫ്രാദിത്തോസ് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമാണ്. മനസ്സിലായി? അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വന്നു. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. എനിക്ക് തോന്നുന്നു അത് ഞാൻ വ്യാഖ്യാനിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒന്നും വിശദമാക്കാനില്ല. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. In those days, the multitude being very great and having nothing to eat, Jesus called his disciples to him and said to them, I have compassion on multitude because they have now continued with me 3 days and have nothing to eat. അപ്പൊ കമ്പാഷൻ, കരുണ. ഇപ്പൊ യേശു പറയാം, എനിക്ക് ജനത്തോട് മനസ്സലിവ് തോന്നുന്നു, അവർ 3 ദിവസമായി എൻ്റെ കൂടെ ഇരിക്കുന്നു. സോ ലെറ്റ് us feed them. നമുക്ക് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാം. അപ്പൊ ദൈവത്തിന്റെ കരുണ എന്നുള്ളതാണ് ഇന്നത്തെ വായനാഭാഗം മുഴുവൻ. എല്ലാ ഭാഗത്തും മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണയാണ്. അതോടൊപ്പം ഹി നോസ് അവർ നീഡ്സ്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. എല്ലാ ഭാഗത്തും നമ്മൾ ഒരു ആവശ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം, ഇപ്പൊ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്താണ് നമ്മൾ വായന തുടങ്ങിയത്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി ഭക്ഷണം കൊടുക്കുന്നു. അത് എലീഷ അതിഥികളായിട്ട് വന്ന് 100 പേർക്കുള്ള ഭക്ഷണം, 20 അപ്പം കൊണ്ട് 100 പേരെ പോഷിപ്പിക്കുന്നു, മിച്ചം എടുക്കുന്നു. ഫീഡിങ് ആണ്. പക്ഷെ അവിടെയെല്ലാം മേഴ്സിയെ കാണിക്കും, കർത്താവിന്റെ കരുണയെ കാണിക്കും. പിന്നെ ഓശയ പ്രവചനത്തിൽ നിന്ന് വായിച്ചു, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു, ഫിലിപ്പ് ലേഖനത്തിൽ നിന്ന് വായിച്ചു. ഇതെല്ലാമാണ് ഗോഡ്സ് മേഴ്സി, ദാറ്റ് ഈസ് ഇനഫ്. കുറിയലൈസോൻ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുറിയലൈസോൻ, ദാറ്റ്സ് ഇനഫ് കർത്താവെ. കാരണം നമ്മുടെ പിതാക്കന്മാരുടെ ആ എത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെയാണ് അവർ കടന്നു പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത്രയും വായനാഭാഗം ചേർത്ത് വെച്ച് വായിച്ചിട്ട് നമ്മൾ ഫൈനൽ കൺക്ലൂഷനിൽ വന്ന എന്താണ്, മേഴ്സി, മേഴ്സി, ദാറ്റ് ഈസ് ഇനഫ്. അതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറിയലൈസോൻ, ദാറ്റ് ഈസ് ഇനഫ്. കുറിയലൈസോൻ, 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 കുറിയലൈസോൻ. ദാറ്റ്സ്, അത് വളരെ ശക്തമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. അത് സഫിഷ്യന്റ് പ്രയർ ആണ്. കുറിയലൈസോൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. കുറിയലൈസോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. കർത്താവിന്റെ കരുണ. ഇന്ന് വായിച്ച എല്ലാ വായനാഭാഗങ്ങളും ഈ ഞാൻ ലൈവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊക്കെ വേദപുസ്തകമായി ഒഴിവാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ പ്ലീസ് കീപ് ഓൺ റീഡിങ്, ഡോണ്ട് റിഫ്രൈൻ ഫ്രം ഇറ്റ്. അതുകൊണ്ട് ഇതൊരു എക്സ്ക്യൂസ് ആയിട്ടൊന്നും എടുക്കണ്ട, നിങ്ങൾ അതിൽ കൂടെ പോവുക. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ കർത്താവ് തരും. കർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കും. സോ ഇന്നത്തെ വായന ഇതാണ്. കർത്താവ് നമ്മുടെ ആവശ്യത്തിന് മതിയായവൻ, അവന്റെ കരുണ നമുക്ക് മതിയായത്. ഇപ്പൊ നമുക്കൊരൊറ്റ കാര്യം മതി. എന്താണത്? നമ്മൾ കരുണ കിട്ടാത്തവരായിരുന്നു, നമുക്കിപ്പോൾ കരുണ കിട്ടി. രൂഹമാ. മുമ്പേ നമ്മൾ ജനമല്ലാത്തവർ, ഇപ്പോൾ നമ്മൾ ജനം. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ഇപ്പോൾ നമ്മൾ സ്വർഗീയ പൗരന്മാർ. We were alienated from the commonwealth of Israel, but now we are near. പണ്ട് നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥർ. എത്ര ഭാഗ്യവാന്മാർ! വാട്ട് എ ബ്ലസ്ഡ് പീപ്പിൾ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാട്ടൊക്കെ ഇന്നത്തെ വായനയിൽ ഇപ്പം വായിച്ചതാ. തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതർക്ക്, വിശുദ്ധ വംശം, സ്വന്ത ജനം അല്ലേ. ഇപ്പൊ
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഓൺ പീപ്പിൾ, ചോസൺ ജനറേഷൻ. തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ. കർത്താവേ, കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടയോനേ, സന്നിധിയിൽ നിദ്രതളിന്നിന്നീ അടിയാർ അന്നുണർവോടെ നിൽപ്പതിനാൽ ഉന്നതനേ നീ കൃപ ചെയ്യുക. നിന്നടിയാൽ ഞാൻ നിദ്രയിലായെന്നാകിലുമേ, എന്റെ ഉറക്കം സന്നിധിയിൽ ദോഷം കൂടാതാകണമേ. തിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയ മോചിച്ചിടണമേ. താഴ്മയെഴും നിൻ കുരിശാലേ നല്ലയുറക്കം നൽകണമേ. മായകൾ സ്വപ്നാദികൾ നിൻ ദാസനു കാണാറാകരുതേ. ഇന്നു സമാധാനം നിറയും നിദ്രയോടെന്നെ കാക്കുക നീ. എന്നിലസത്തും ദുർദിനവും വന്നധികാരം ചെയ്യരുതേ. നിന്നടിയാൻ ഞാൻ എന്നതിനാൽ എന്നുടലിനും കാവലിനായി വെളിവിന്റെ ദൂതനെ നീ എന്നരികത്താക്കിയിടണമേ. യേശുവേ, ജീവനിരിക്കും നിൻ ദിവ്യ ശരീരം തിന്നതിനാൽ നാശമുദിക്കുന്ന ആഗ്രഹമെൻ ചിത്തമതിൽ തോന്നിയിടരുതേ. ുമ്പോഴരികിൽ കാവലനിക്കാതിരുരക്തം നിന്നുട രൂപത്തിനു സദാ വീതിടുതൽ തന്നീ. ഹഫീസ് CP മൊയ്തീൻ സാഡ് സോങ് ആണല്ലോ. സുറിയാനി സഭയുടെ പാട്ടുകൾക്കെല്ലാം തന്നെ ഒരു ശോകച്ചവിയുണ്ട്. സുറിയാനി രാഗങ്ങൾക്ക് തന്നെ അങ്ങനെയാണ്. കാരണം ഇത് പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന സഭയാണ്. ഈ സഭയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക ഭീകരന്മാരുടെ കൈകളാൽ ഈ ISIS വരുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകളായി കൊല്ലപ്പെട്ട സഭയാണ്. ഇസ്ലാമിന്റെ നമ്പർ 1 ശത്രു സുറിയാനി സഭയാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് അറിയുക. കാരണം ആദ്യം മുതൽ അത് ഫൈറ്റ് ചെയ്തതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സുറിയാനി സഭയിൽ നിന്നാണ് ഇസ്ലാം അതിന്റെ എല്ലാ ആശയങ്ങളും സമ്പ്രദായങ്ങളും കടമെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വൈരാഗ്യം. മേ ഗോഡ് ബ്ലസ് യു. മൊയ്തീൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. താങ്ക് യു. അപ്പം ഇത് ഞങ്ങളുടെ ലൈഫാണ്. ഇത് കേൾക്കുന്ന ഓരോ സുറിയാനിക്കാരനും പടപ്പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഊർജം ഈ ശോകഗാനത്തിൽ നിന്ന് അവൻ സ്വീകരിക്കും. പരിശുദ്ധ റൂഹ അവനെ ശക്തിപ്പെടുത്തും. നിൻ കൈമനഞ്ഞോരെന്നുടലിൽ നിന്റെ
വലം കൈയാകണമേ. നിൻ കൃപ ചുറ്റും കോട്ടയുമായി കാവലതായും തീരണമേ. അംഗമടങ്ങും നിദ്രയതിൽ നിൻബലമെന്നെ കാക്കണമേ. എന്റെ ഉറക്കം നിന്നരികിൽ രൂപം പോലെയുമാകണമേ. അൻപൊടു നിന്നെ പ്രസവിച്ചോരമ്മയുടെ നൽ പ്രാർത്ഥനയാൽ നിശ്ചയനത്തിൻ മേൽരാവിൽ അല്ല, ക്ഷമ ചോദിക്കണ്ട മൊയ്തീൻ. ഇറ്റ്സ് എ ഫാക്ട്, ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ്. മൊയ്തീൻ സ്വയമായിട്ട് ചരിത്രം പരിശോധിക്കുക. ഇസ്ലാം ആവിർഭവിച്ചത് തന്നെ ആണ്. യാക്കോബായ സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഇസ്ലാം ഉത്ഭവിക്കുന്നത്. പ്രാർത്ഥനാ രീതികൾ, സമ്പ്രദായങ്ങൾ, ഈ ഇസ്ലാമിക മിനാരങ്ങളുണ്ടല്ലോ, ശില്പ മാതൃക, അതായത് ആർക്കിടെക്ട്സ്, ഇസ്ലാമിക് ആർക്കിടെക്ട് എന്ന് നിങ്ങൾ പുകഴുന്ന, പ്രശംസിക്കുന്ന താഴികക്കുടം വെച്ചുള്ള നിർമ്മാണ മാതൃകയും സുറിയാനി സഭയുടേതാണ്. കാരണം സുറിയാനി സഭയുടെ പള്ളികൾ മുഴുവൻ അങ്ങനെയായിരുന്നു, ഈ താഴികക്കുടം വെച്ചുള്ളതായിരുന്നു. അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അതെല്ലാം ഇസ്ലാം അഡാപ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് ആ പള്ളികൾ മുഴുവൻ ഇടിച്ചു നിരത്തി അവശേഷിച്ച പള്ളികൾ മോസ്കുകളാക്കി. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, മുഴുവൻ സുറിയാനി സഭയുടേതാണ്. സുറിയാനി സഭ അത്ര റിച്ച് ആയിരുന്നു. ഇന്നത് ശോഷിച്ച് ഇല്ലാണ്ടായി എന്നേ ഉള്ളൂ. 20,000 പള്ളികളുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ പ്രാർത്ഥനകളും സംസ്കാരങ്ങളും അറബി ഭാഷ പോലും സുറിയാനി ഭാഷയിൽ നിന്നാണ് സ്ക്രിപ്റ്റ് കടമെടുത്തിരിക്കുന്നത്. അറബി ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ വാക്കുകൾ സംഭാവന ചെയ്തിരിക്കുന്ന സുറിയാനി സഭയുടെ മങ്സ് ആണ്, സന്യസ്തർ. സുറിയാനി സഭയുടെ സന്യസ്തരാണ്. നിങ്ങളിന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഈ മുസ്ലിങ്ങൾ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ അള്ളാ എന്നൊക്കെ പറയുന്ന അബ്ദുള്ള പാത്രിർക്കിസ് ഒക്കെയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അബ്ദുൾ ജലീൽ. നിങ്ങൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച്. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.